ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഡിസംബറിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ഡിസംബറിലും മാർക്കറ്റ് താഴെ വന്നതിന് ശേഷം റിക്കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡലായിട്ട് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ ഡോജി ആയിട്ടാണ് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 1.4% മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഒരു ക്യാൻഡിൽ നോക്കുക, ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഏകദേശം താഴെ വന്നതിൻ്റെ അവിടെ നിന്ന് 2.4% മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഒരു കൺസോൾട്ടേഷൻ തന്നു. ഇന്നൊരു മോർണിംഗ് സെഷനിൽ ഒരു ബ്രേക്ക് ഡൗൺ തന്നു. അതിനുശേഷം എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഒരു റിക്കവറി, ഷാർപ്പ് റിക്കവറി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്ക്. അപ്പം മാർക്കറ്റ് ബയേഴ്സിന്റെ കൗണ്ട് കൂടുതലാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത് സെൻസെക്സ് ആയിരുന്നു. സെൻസെക്സ് 1.07% അപ്സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് 80,000 എന്നുള്ള ലെവലിന്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടായിരുന്നു. അവിടുന്ന് 82,169 എന്നുള്ള 1000-ലധികം പോയിന്റുകൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസംബറിന്റെ, അതിന്റെ മുമ്പത്തെ വർഷത്തെ ഡിസംബറിലും നമ്മൾ പോയി നോക്കിയ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഏകദേശം സെയിം സിനാരിയോ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അവിടെ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്നുള്ള ഒരു സെറ്റപ്പിലായിരുന്നു ക്യാൻഡിൽ നിന്നിരുന്നത്. ഇപ്പം സെൻസെക്സ് അല്ല, നമ്മൾ നിഫ്റ്റിയിലായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ കേസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ ഡിസംബറിലാണെങ്കിലും അത് സൈഡ് വൈസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കറക്റ്റായിട്ട് ഈ ഒരു ടൈപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഡിസംബറിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു വന്നത്. ബാങ്ക് നിഫ്റ്റിയും സെയിം സിനാരിയോ ആണ്. അതിന് തൊട്ട് മുമ്പിലെ ഡിസംബറിലും ഏകദേശം സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, മാർക്കറ്റ് കൺസോൾട്ടേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഔട്ട് ലാസ്റ്റ് വീക്ക് മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡിസംബർ ലാസ്റ്റ്. ഇപ്പം മാർക്കറ്റിൽ ബാക്കിയുള്ള സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഈ എന്താ പറയുക, കഴിഞ്ഞ ചാർട്ടുകൾ അല്ലെങ്കിൽ ക്യാൻഡിൽസ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളത്. ഇനി ഒരു ചെറിയ പുൾ ബാക്ക് ശേഷം ഒരു മൊമെന്റം തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായി, ഇപ്പം ഈ ലെവൽ ബ്രേക്ക്ഔട്ട് തന്നു. ഇനി ഈ ഒരു ക്യാൻഡിൽ ഹൈ ഓൺ ബ്രേക്ക്ഔട്ട് ചെയ്താൽ അടുത്ത 26,500 അല്ലെങ്കിൽ 26,600 എന്നുള്ള 26,240 എന്നുള്ള ലെവലിൽ ചെയ്യാം. 26,300 വരേക്ക് മാർക്കറ്റ് പോകും. അതിനിടയിൽ ആകെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 25,227 എന്നുള്ള ലെവലുകളാണ്. ഇത് കഴിഞ്ഞ മാർക്കറ്റിന് ഈസി ആയിട്ട് 26,200 വരേക്ക് മൂവ് ചെയ്യാൻ കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം മാർക്കറ്റിൽ എങ്ങനെ മൊമെന്റം ഉണ്ടാവാം അല്ലെങ്കിൽ ഏത് രീതിക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് നോ ട്രേഡിംഗ് സോൺ ആണ്. 24,887 മുകളിലാണ് നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പോൾ ഇതിന് മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് 24,989 അത് കഴിഞ്ഞ് 25,069 എന്നുള്ള ലെവൽ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലുള്ള ട്രേഡുകളാണ് ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കും സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്ത് അതൊരു 52,230 എന്നുള്ള ലെവലിൽ വന്നിട്ട് ഒരു ഷാർപ്പ് റിവേഴ്സലാണ് കാണിച്ചത്. എങ്ങനെയാണോ സെല്ലൊക്കെ വന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്തു, തിരിച്ച് ഒരു ബൈയിങ് 10:45 കൂടി ഷാർപ്പ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ക്യാൻഡിൻ്റെയും അല്ലെങ്കിൽ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെയും മുകളിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ട്രേഡുകൾ മേലെ തന്നെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ അപ്സൈഡ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കോൾ സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താൽ പോലും നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും സമയത്ത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തൊരു ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ട്രേഡ് പ്ലാൻ ചെയ്ത് അപ്സൈഡ് ആണ്. ഇൻ കേസ് ഇത് ഡബിൾ ബോട്ടം അല്ല, ഒരു ബുള്ളിഷ് ഹാമർ അല്ലെങ്കിൽ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്താൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, മേലേക്ക് ഇനിയിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്താൽ നമ്മൾ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഹൈക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ അങ്ങനെ ബ്രേക്ക്ഔട്ട് തരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ ചിലപ്പോൾ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത്. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു റീടെസ്റ്റിനേഷൻ എന്ത് ചെയ്യാം, നമുക്ക് മേലേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മാർക്കറ്റ് കിട്ടിയാലും നമ്മൾ മേലേക്ക് മാത്രമാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഡൗൺ സൈഡ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ 53,000 താഴെ ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിങ് തുടങ്ങണം. ഒരു ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം. പതുക്കെ താഴെ വെച്ചിട്ട് സ്വിച്ച് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം അത് നമ്മൾ എന്തായാലും നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് മാർക്കറ്റ് പോകുന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യുന്നത് മേലേക്കാണ്. കാരണം മാർക്കറ്റ് ഓവറോൾ ഒരു ബുള്ളിഷ്
ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇൻ കേസ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാൻ മാർക്കറ്റ് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, മിക്കവാറും ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഡോജി ആവാം അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാൻഡിൽ ആവാം എന്നുള്ളതുകൊണ്ട് മാക്സിമം നല്ലത് ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുക. ആ ക്യാൻഡിൽ എസ് എൽ അടിക്കുകയാണെങ്കിൽ അവിടെ ട്രേഡ് നിർത്തുക എന്നുള്ളതാണ്, പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് സെൻസെക്സ് ഞാൻ ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്തത്. ഇതുവരെ മാർക്കറ്റ് വരുള്ളൂ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ക്ലോസിംഗ് ഈ ഒരു ലെവലിൽ തരുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ കണ്ട സമയത്താണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഈ ഭാഗത്ത് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വെച്ചാൽ ഇവിടുന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് ഈ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ എസ് എൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, സാധാരണ വെള്ളിയാഴ്ച ഞാൻ പൊതുവെ ട്രേഡ് ക്വാണ്ടിറ്റി കുറവാണ് എന്നുള്ള വേറൊരു കാരണം. അപ്പോൾ ഈ എസ് എൽ ഇവിടെ എടുത്തിട്ടില്ലായിരുന്നു എന്തുണ്ടായിരുന്നു, ഇവിടെ ഞാൻ പിന്നെ ട്രേഡ് എടുക്കാൻ പായിരുന്നു. പക്ഷേ ഈ റാലി ഞാൻ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുത്തു. കാരണം ഞാൻ എടുക്കാത്തതിന് കാരണമാണ് എൻ്റെ എസ് എൽ ഇവിടുന്ന് അടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കാത്തത്. ഇന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൽ തന്നെ എസ് എൽ അടിച്ചു. അതിനുശേഷമാണ് ഈ മാർക്കറ്റിൽ ഈ മൊമെന്റം കിട്ടിയത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. പിന്നെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ എസ് എൽ അടിക്കും എന്നുള്ളതുകൊണ്ട് എസ് എല്ലിൽ പോവാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റ് ആവില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു സെൻസെക്സിൻ്റെ കാര്യത്തിൽ ഇവിടെ മാർക്കറ്റ് വന്ന സമയത്ത് ഈ ഒരു ലോയിൽ വന്ന സമയത്ത് 51,700 പ്രീമിയം നിന്നിരുന്നത് 105, 110 ആയിരുന്നു. അത് പിന്നെ 1,200, 1,100 വരെയൊക്കെ മാർക്കറ്റിൽ പ്രീമിയം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10x ഒക്കെ റിട്ടേൺ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ 10x റിട്ടേൺ കിട്ടി എന്നുള്ളത് തന്നെയാണ് ആ സമയത്ത് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാർഗറ്റ് വലുത് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പിന്നെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എന്ത് ചെയ്യുക, മാക്സിമം നോക്കുക. സിംഗിൾ എസ് എല്ലിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ തന്നെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പിലാണോ ഗ്യാപ്പ് ഡൗണിലാണോ അതല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമുള്ളൂ. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ട്രേഡ് മേലേക്ക് മാത്രമാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാൻ ട്രേഡ് മേലേക്ക് മാത്രമാണ്. വലിയ ഗ്യാപ്പ് ഡൗൺ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ നെഗറ്റീവ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്ത് നെഗറ്റീവായിട്ട് പിന്നെ അപ്സൈഡ് സൈഡിലുള്ള ട്രേഡുകൾ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.